എല്ലാവർക്കും വില്ലുമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് 2-ാം സർഗത്തിലെ 54-ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. ഉപാസതാമാത്മവിദഃ പുരാണാ പരം പരസ്താന്നിഹിതം ഗുഹായാം വയം യശോദാ ശിശുബാലലീലാ കഥാസുധാ സിന്ധുഷു ലീലയാമ. യഥേഷ്ടമായി മോക്ഷപദം കൊതിപ്പോർത്തിരഞ്ഞിടും സർവപുരാണമാർഗം നമുക്കശോദാസുതബാലലീലാസരിത്തിലാറാടുകയാണു കാമ്യം. ഇത് ഉപേന്ദ്രവജ്ര എന്ന വൃത്തത്തിലാണ്. ഇവിടെ സ്വാമിയാർ പറയണത് പണ്ടുള്ള ആത്മജ്ഞാനികൾ ഒരുപാട് ദൂരക്കാട്ടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഗുഹയിലോ ഒക്കെയാണ് പരബ്രഹ്മത്തിനെ അവിടെ ഇരുന്നിട്ടാണ് പരബ്രഹ്മത്തിനെ ഉപാസിച്ചിരുന്നത്. നമുക്ക് നമ്മുടെ നന്ദനൻ്റെ ബാലലീലകളാകുന്ന അമൃതസമുദ്രസരിത്തിൽ നീന്തിക്കളിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടാ എന്നാണ് വില്ലുമംഗലം സ്വാമിയാർ പറയണത്. പണ്ടത്തെ കാലത്ത് മോക്ഷം കൊതിച്ചിരുന്നവർ, വേദാന്തികളും ഒക്കെ ആയ യോഗികൾ ഹൃദയാകാശത്തിൽ പരബ്രഹ്മത്തെ അങ്ങനെ ഉപാസിച്ച് ഇരുന്നിരുന്നു. എനിക്കങ്ങനെ ഒരാഗ്രഹേ ഇല്ല. എനിക്ക് യശോദാനന്ദനായ ആ ബാലഗോപാലൻ്റെ ലീലാവിലാസങ്ങളാവുന്ന ആ അപാരമായ കടലിൽ, സമുദ്രത്തിൽ അല്ലെങ്കിൽ പാരാവാരത്തിൽ കിടന്ന് നീന്തിക്കളിക്കണം എന്ന് മാത്രമേ ഒരാഗ്രഹമുള്ളൂ എന്നാണ് സ്വാമിയാർ പറയണത്. അടുത്ത ശ്ലോകം 55. വിക്രേതുകാമാഖില ഗോപകന്യാ മുരാരിപാദാർപ്പിതചിത്തവൃത്തി ദധ്യാധികം മോഹവശാദവോചൽ ഗോവിന്ദ ദാമോദര മാധവേതി. ഇത് ഉപജാതി എന്ന അർത്ഥമാണ്. ഗവ്യങ്ങൾ വിൽക്കുന്നൊരു ഗോപകന്യ കണ്ണൻ്റെ പാദാഭയിൽ മഗ്നയാകെ ഗവ്യങ്ങൾ തൻ പേരു മറന്നുറക്കെ വിളിച്ചു ചൊൽവൂ തിരുനാമമെല്ലാം. തൈര്, പാല്, വെണ്ണ ഇതൊക്കെ വിറ്റ് നടക്കുന്ന ഒരു ഗോപകന്യക. അവളുടെ മനസ്സിൽ ഈ കൃഷ്ണൻ്റെ പാദം, ആ പൂ പോലെയുള്ള ചെന്താമരപ്പൂ പോലെയുള്ള ആ തളിര് പോലെയുള്ള പാദങ്ങൾ മാത്രമാണ് അവളുടെ മനസ്സിൽ. എന്നിട്ട് ഇത് വിൽക്കാനായിട്ട് ഇറങ്ങിയിട്ട് ഓരോ വീടിൻ്റെ മുമ്പിലും പോയി നിന്നിട്ട് പാല് വേണോ, തൈര് വേണോ, വെണ്ണ വേണോ, നെയ്യ് വേണോ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം ഗോവിന്ദ, ദാമോദര, മാധവ എന്നിങ്ങനെ വിളിക്കുക അത്രേ. എന്നിങ്ങനെ ഭഗവാന്റെ നാമങ്ങളാണ് ആ ഓരോ വീടിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് വിളിക്കണത് എന്നാണ് പറയുന്നത്. മുരാരിപാദാർപ്പിത ചിത്തവൃത്തി എന്ന ഉണ്ണികൃഷ്ണൻ്റെ തൃക്കാലുകൾ തന്നെ മനസ്സിലോർത്ത് അങ്ങനെ നടക്കുകയാണ് തൈരും പാലും വിൽക്കാൻ ഒരു ഗോപാലിക. അവൾക്ക് ആ സമയത്ത് ഭഗവാന്റെ തിരുനാമങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ. നെയ്യ് വേണോ, പാല് വേണോ, മോര് വേണോ എന്ന് ചോദിക്കുന്നതിന് പകരം ഗോവിന്ദനെ വേണോ, ദാമോദരനെ വേണോ, മാധവനെ വേണോ എന്നൊക്കെയാണ് അത്രേ ചോദിക്കുന്നത്. രസകരമായിട്ടുള്ളൊരു ശ്ലോകം അല്ലേ. പിന്നെ ശ്രീകൃഷ്ണനെ കാണാൻ തിരഞ്ഞു പോണവർ, ശ്രീകൃഷ്ണനെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് പോയി തിരയാൻ പോണവർ എവിടെ 3 സ്ഥലങ്ങളിൽ തിരഞ്ഞാൽ മതി, വേറെ എവിടെയും തിരയണ്ട എന്നാണ് പറയണത് സ്വാമിയാർ. അത് ഏതൊക്കെ ആണ് ആ 3 സ്ഥലങ്ങൾ എന്ന് നോക്കാം. ഉലൂഖലം വാ
യമിനാം മനോവാ ഗോവാംഗനാനാം കുചകുട്മളം വാ മുരാരിനാംനഃ കളഭസ്യ നൂനമാളാനമാസീൽ ത്രയമേവ ഭൂമൗ. മുരാരിയാമാനയബന്ധനത്തിനുപായമായി ഭൂമിയിൽ 3 മാർഗം. യോഗീന്ദ്രർ തൻ ചിത്തമുരൽ വ്രജസ്ത്രീ കുചങ്ങൾ തൻ മൊട്ടുകളിത്ര മാത്രം. ആനക്കുട്ടികളെ കെട്ടാൻ സ്ഥിരമായിട്ടുള്ള ചില സ്ഥാനങ്ങളുണ്ട് ആനകളെ കെട്ടാൻ, അല്ലേ? അവിടെ ചെന്നാൽ ആനയും ആനക്കുട്ടിയും ഒക്കെ കാണാം. ശ്രീകൃഷ്ണനും ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള 3 സ്ഥാനങ്ങളുണ്ട് എന്നാണ് പറയണത്. ഏതൊക്കെയാണ്? ഒന്ന്, യശോദയുടെ ഗൃഹത്തിലെ ഒരൽ. ആ ഒരലിൻ്റെ ഉള്ളിലാണ് യശോദ കാണാതെ കട്ടെടുത്ത വെണ്ണ കൊണ്ടുവയ്ക്കുക കണ്ണൻ. പിന്നെ ഒന്ന്, അത് ആ ഉരലിൻ്റെ മുകളിലുണ്ടാവും മിക്കവാറും സമയം ഈ വെണ്ണ തീറ്റയല്ലേ പണി. അപ്പോൾ പിന്നെ ഒന്ന്, യോഗീശ്വരന്മാരുടെ ഹൃദയം. യോഗികളുടെ ഹൃദയത്തിൽ ഭഗവാൻ അങ്ങനെ തെളിഞ്ഞ് കാണാം എന്നാണ് പറയണത്. പിന്നെ 3, ഗോപസ്ത്രീകളുടെ ഗൃഹം. അവിടെയും പോയി വെണ്ണ കക്കലും പാല് കക്കലും ഒക്കെ തന്നെയാണല്ലോ പണി. അപ്പം ഇങ്ങനെ 3 ഇങ്ങനെയുള്ള 3 സ്ഥാനങ്ങളിൽ അന്വേഷിച്ചാൽ മതി കൃഷ്ണനെ എന്നാണ് സ്വാമിയാർ പറയണത്. അടുത്ത ശ്ലോകം നമുക്ക് പരിചയമുള്ള ശ്ലോകമാണ്. മുകുന്ദാഷ്ടകത്തിൽ നമ്മൾ ആദ്യം ചൊല്ലുന്ന ഒരു ശ്ലോകമാണത്. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദത്തോടു ചേർത്തു വച്ചു സ്മേരത്തൊടന്നാലിലയിൽ ശയിച്ച കിശോരനാം കണ്ണനെ ഞാൻ നമിപ്പൂ. ഇതെല്ലാം ഉപജാതി എന്ന വൃത്തത്തിലാണ് കേട്ടോ ഇപ്പം ചൊല്ലിയത്. ചെന്താമരപ്പൂ പോലെയുള്ള കണ്ണൻ്റെ ആ കയ്യും കൊണ്ട് ചെന്താമരപ്പൂ പോലെയുള്ള ആ പാദങ്ങൾ ചെന്താമരപ്പൂ പോലെയുള്ള വായിലേക്ക് വെച്ചിട്ട് പേരാലിൻ്റെ ഇലയിൽ കിടക്കണ ഉണ്ണിയായ ശ്രീകൃഷ്ണനെ ഞാൻ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു, മനസ്സിൽ സ്മരിക്കുന്നു. ബാലം മുകുന്ദം മനസാ സ്മരാമി എന്നാണ്. ഭഗവാന്റെ മായയെ അനുഭവിക്കണം എന്ന് ആഗ്രഹിച്ച് മാർക്കണ്ഡേയൻ, എനിക്കൊന്ന് മായ എങ്ങനെയാണെന്ന് അറിയില്ല, അതൊന്ന് കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് മുനിക്ക് ആഗ്രഹമുണ്ടായി. അത് ഭാഗവതത്തിൽ 12 സ്കന്ധത്തിൽ പറയുന്ന കഥയാണ്. മുനിക്ക് പ്രളയം അനുഭവമാക്കി കൊടുത്തു. അതിന് ശേഷം ആ പ്രളയ ജലത്തിൽ കിടന്ന് മുനി ചക്രശ്വാസം വലിച്ചു. അപ്പോൾ ഭഗവാനെ ഓർത്ത് അങ്ങ് അതിൻ്റെ അവസാനം അങ്ങ് ദൂരെ ഭഗവാൻ ഒരു ആലിലയുടെ ഇലയിൽ കിടന്നിട്ട് ആ നീലരത്നമായിട്ട് ഭഗവാന് ദർശനം കൊടുത്തു എന്നാണ്. ആ ആലില കൃഷ്ണൻ്റെ രൂപമാണ് ഇത്. കരാരവിന്ദേന പദാരവിന്ദം. ഈ ഒരു ഇതിലാണ്, ഇങ്ങനെ ഒരു നിലയിലാണ് മാർക്കണ്ഡേയന് ഭഗവാൻ ദർശനം കൊടുത്തത് എന്നാണ് പറയണത്. അത് ഭാഗവതത്തിൽ ആ പ്രളയത്തിൽ കിടന്നും മാർക്കണ്ഡേയ മുനിക്ക് അറിയില്ല എന്താണ് ഈ മായ എന്നുള്ളത്. അപ്പോൾ ശിവപാർവതിമാർ ദർശനം കൊടുക്കാൻ വന്നപ്പോൾ മോഹിച്ചത് പറഞ്ഞതെന്താ, എനിക്കൊരു വരം ചോദിച്ചോളാൻ പറഞ്ഞപ്പോൾ എനിക്ക് മായ എന്താണെന്ന് അറിയില്ല, അതൊന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. ആ മായ ആ പ്രളയപയോധിയിൽ കിടന്നിട്ട് ചക്രശ്വാസം വലിച്ചു. ഈശ്വര, എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു മാർക്കണ്ഡേയ മുനി. അവസാനം ഭഗവാനെ ദർശിച്ചു എന്നാണ് കഥ. ഇനി ശ്രീകൃഷ്ണൻ ഉറക്കത്തിൽ ദേവന്മാരുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുശലപ്രശ്നമാണ് പറയണത്.
ഭഗവാൻ അവിടെ വൈകുണ്ഠത്തിൽ ഭഗവാനെ കാണാൻ വരുന്നവരുമായിട്ട് കുശലപ്രശ്നം നടത്തുന്നതായിട്ടാണ് ഇവിടെ സ്വാമിയാർ സങ്കല്പിച്ചിരിക്കുന്നത് ഈ ശ്ലോകത്തിൽ. അതിൽ യശോദ ഇതെല്ലാം കേട്ടിട്ട് യശോദ ഈ സംഭാഷണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ യശോദ വിചാരിച്ചു, ഈശ്വര ഉണ്ണിക്ക് കണ്ണുപെട്ടു എന്ന്. എന്നിട്ട് യശോദ ഉണ്ണിക്ക് നാമം ജപിച്ച് ഊതുകയാണ്. അതാണ് ഇതിൽ പറയണത്. ശംഭോ സ്വാഗതമാസ്യതാമിത ഇതോ വാമേന പത്മാസന ക്രൗഞ്ചാരേ കുശലം സുഖം സുരപതേ വിത്തേശനോ ദൃശ്യസേ ഇത്തം സ്വപ്നഗതസ്യ കൈഡഭജിതഃ ശ്രുത്വാ ജനന്യാഗിരഃ കിം കിം ബാലക ജൽപ്പസീതി രചിതം ധൂധൂകൃതം വാതുന. വൈകുണ്ഠത്തിലിരുന്ന് ഓരോരുത്തരെ സ്വീകരിച്ചിരുത്തുകയാണ്. പരമേശ്വര വന്നത് വളരെ നന്നായി, ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു പരമശിവനോട്. അതുപോലെ ബ്രഹ്മാവിനോട് പറഞ്ഞു, ഇവിടെ എൻ്റെ ഇടത്ത് ഭാഗത്ത് ഇരിക്കൂ ബ്രഹ്മാവേ എന്ന് പറഞ്ഞു. അതുപോലെ സുബ്രഹ്മണ്യ സ്വാമിയോട് സുഖമല്ലേ, ക്ഷേമം തന്നെയല്ലേ എന്ന് ചോദിച്ചു അത്രേ. അതുപോലെ ദേവേന്ദ്രനോട് സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു. വൈശ്രവണനോട് ചോദിച്ചു, എന്താ ഇപ്പോൾ കുറേ കാലമായല്ലോ കാണാറേ ഇല്ലല്ലോ എന്നിങ്ങനെ വൈശ്രവണനോട് കുശലം. ഇതുപോലെ സംസാരം ഇങ്ങനെ കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ടിട്ട് യശോദ, എന്താ എൻ്റെ ഉണ്ണി, എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചിട്ട് ധൂധൂകൃതം എന്ന് പറഞ്ഞാൽ ഊതണ ഒരു സങ്കല്പമാണ്. കൃഷ്ണൻ എന്തോ ദുസ്വപ്നം കണ്ടു, എന്നിട്ട് അങ്ങനെ തെറ്റിദ്ധരിച്ചു യശോദ. ആ ദുസ്വപ്നത്തിൻ്റെ ദോഷം മാറാൻ വേണ്ടി പഞ്ചാക്ഷരം എന്തൊക്കെ ജപിച്ചിട്ട് ഊത്താണ് ധൂധൂകൃതം. ആ ധൂധൂകൃതം നമ്മെ രക്ഷിക്കട്ടെ എന്നാണ് സ്വാമിയാർ പറയണത്. കൃഷ്ണൻ്റെ ദോഷം മാറാൻ വേണ്ടി യശോദ ഊതിയ ഊത്തുണ്ടല്ലോ, ആ ഊത്ത് നമ്മളെ രക്ഷിക്കട്ടെ എന്നാണ്. കൃഷ്ണൻ്റെ സ്വപ്നം വാസ്തവത്തിൽ സ്വപ്നമല്ല എന്ന്. വൈകുണ്ഠത്തിൽ വിഷ്ണുവുമായി തന്മയീഭവിക്കലാണ് എന്നാണ് പറയുന്നത്. അവിടെ പറയുന്ന വാക്കുകളെല്ലാം ഇവിടെയും കേൾക്കപ്പെടുന്നു എന്ന് കവി സങ്കല്പിക്കുകയാണ്. കവിയുടെ ഹൃദയം രണ്ടുപേരും ഒരാൾ തന്നെയാണല്ലോ. അതുകൊണ്ട് സ്വാമിയാർ അങ്ങനെ സങ്കല്പിച്ച് എഴുതിയ ഒരു ശ്ലോകമാണിത്. ഇതിൻ്റെ തർജ്ജമ ചൊല്ലാൻ മറന്നു, അത് ചൊല്ലാം. ശംഭോ സ്വാഗതമോതിടാം വരികിടത്തായിട്ടിരുന്നീടണം ബ്രഹ്മാവേ സുഖമല്ലേ ഷൺമുഖ സുഖം താനോ സുരേശായതേ കാണാറില്ല കുബേര ഇങ്ങനെ കിനാവിൽ ചൊല്ലിടും കണ്ണനോടെന്തേ ചൊല്ലുവതെന്നെ ശോധമൊഴിയും വാക്കെന്നെ രക്ഷിക്കണം. ഇത് ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിലാണ്. അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.